എൻ്റെ കാപ്പിത്തോട്ടത്തിലെ കാപ്പി രണ്ടാമതും പൂത്ത് തുടങ്ങി. ഒരുപാട് പൂത്തൊക്കെയല്ല, ഒരു കാപ്പിയാണ് ഇപ്പോൾ പൂത്തേക്കണേ. ബാക്കിയുള്ളത് പിന്നാലെ പൂത്തോളും. കഴിഞ്ഞ പ്രാവശ്യം പൂത്തതിൻ്റെ കായകൾ പഴുത്ത് തുടങ്ങി. അടിയിൽ തുടങ്ങി പൂത്തിട്ടുണ്ട്. പൂ എന്തോരം പൂവോ! ഇഷ്ടം പോലെ പൂക്കളാ. കുരു പഴുത്ത് നിൽക്കണണ്ട കാപ്പിക്കുരു. മുള്ളൊക്കെ ഉണ്ട്. നീ എന്തിനാ ഇറങ്ങി പോകുന്ന റാണിയമ്മ? ചേച്ചി കാപ്പിയുടെ വീഡിയോ പിടിച്ച് അപ്പുറം റാണിയമ്മ വരൂല്ലേ? താഴത്തൊരു തരം ചീര നിൽക്കുന്നുണ്ട്, കണ്ടോ? ദൂരം പൂവാ ചീരക്ക്. ഇതൊക്കെ ചീരയുടെ പൂക്കളാ. ഈ വെള്ള പൂവ് മൊത്തം ചീര പൂക്കളാ. ഓണത്തിനൊക്കെ ഞങ്ങൾ അപ്പകളത്തിലൊക്കെ ഇങ്ങനത്തെ പൂവിടും. പൂവും ഇല അരിഞ്ഞിടും. കൂട്ടത്തിൽ വേറൊരു കൂട്ടം കാണിച്ചു തരട്ടെ. നിങ്ങൾ കുറിഞ്ഞി കണ്ടിട്ടുണ്ടോ? കരിങ്കുറിഞ്ഞി എന്ന് പറഞ്ഞാൽ കുറിഞ്ഞി പൂവ്. നല്ല വയലറ്റ് പൂവാണ് ഇതിന് വരാറ് കേട്ടോ. ഇത് എൻ്റെ 12 വർഷത്തിന് ഒരിക്കൽ പൂക്കണ കുറിഞ്ഞി പൂവല്ല കേട്ടോ. അതിനോടൊക്കെ സാമ്യമുള്ള ചെടികളാണ്. ഇത് മൊത്തം കുറിഞ്ഞ. ഇത് കുറിഞ്ഞ. ഇനി പൂവുണ്ടാവുന്ന സമയത്ത് കാണിച്ചിട്ടുണ്ട്. ഇപ്പൊ പൂവല്ല, പൂവ് ഇട്ടിട്ടില്ല. മൊത്തം കുറിഞ്ഞ. ശരിക്കും ഒരുപാട് പൂവുണ്ടാവും. വയലറ്റ് പൂവ് തലകറക്കത്തിന്, വാദത്തിന് ഒക്കെ നല്ലത്. തലകറക്കത്തിന്, പിത്തത്തിന് ഒക്കെ ഉള്ള മരുന്നത്. അത് കളയാൻ നിൽക്കണേ. റോഡ് സൈഡിൽ ഇങ്ങനെ നിർത്തിയുണ്ട്. ആൾക്കാർ പറ്റുണ്ടോ കുട്ടിയെന്ന് വെച്ചിട്ടാ. ആർക്കെങ്കിലൊക്കെ വല്ല തലകറക്കൊക്കെ വരണി ഉപകാരമാവുമല്ലോ. വീട്ടില് പിന്നെ അമ്മൂമ്മ എല്ലാ പച്ചമരുന്നും അമ്മൂമ്മയ്ക്ക് അറിയാവുന്ന കാരണം കൊണ്ട് അമ്മൂമ്മ പറയണ കേട്ട് ഞാൻ ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ പച്ചമരുന്നിൻ്റെ പഠിച്ചിട്ടുണ്ട്. കാരണം എനിക്ക് കൃത്യമായിട്ട് അറിയാം അതൊക്കെ. എനിക്ക് കേട്ടോ, ഞാൻ അപ്പോൾ റോട്ടിൽ നിന്നിട്ട് വീഡിയോ പിടിക്കുക. കാപ്പിയുടെ കൊമ്പ് ഇതിൻ്റെ പൂവ് വേണ്ട. കൊലകുത്തിയാണ് അതിൻ്റെ പൂവ് വേണ്ട. പക്ഷെ വിരിഞ്ഞിട്ടില്ല കേട്ടാ. മുട്ടണത് വിരിയാൻ പോകണുള്ളൂ. കണ്ടത് ഇങ്ങനെ നിൽക്കണ, വിരിഞ്ഞ് വരണേ ഉള്ളൂ. ഒന്നുകൂടി വിരിയണം. നന്നായി വിരിയണമെങ്കിൽ നല്ല പോലെ പൂക്കളുണ്ടാവും. ഇത് രാവിലെ തന്നെ ആയതുകൊണ്ടാണ് അങ്ങനെ അങ്ങോട്ട് വിരിഞ്ഞിട്ടില്ല. വിരിയാൻ ആലോചിച്ച് വരണുള്ളൂ. മുൻപ് വിരിഞ്ഞതിൻ്റെ ഞാനൊരു വീഡിയോ മുൻപ് ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ? അന്നത്തെ കായകൾ അതിനകത്ത് കാണാൻ പറ്റണില്ല. മുകളിലേക്ക് ആകുമ്പോൾ അങ്ങനെ വെളിച്ചം കാരണം കാണാൻ പറ്റണില്ല. കായകളുണ്ട്, ഇഷ്ടംപോലെ കായകളുണ്ടായിട്ടുണ്ട്, പക്ഷെ കാണാൻ പറ്റില്ല. ഈ കായകൾ ഞങ്ങൾ നന്നായി പഴുത്തിട്ട് പൊട്ടിക്കുള്ളൂ. അതിനിടയ്ക്ക് കാക്ക, മലയണ്ണാൻ, സാധാരണ അണ്ണാൻ ഒക്കെ വന്നിട്ട് ഈ കായകൾ കഴിക്കും കേട്ടോ. അത് കഴിക്കാവുന്ന മാക്സിമം കഴിച്ചോട്ടെ എന്നിരിക്കും. കഴിച്ചൊക്കെ കഴിഞ്ഞ് ബാക്കിയുള്ളത് പൊട്ടിക്കുള്ളൂ. ഇതാണ് കായകൾ. കാരണം നന്നായിട്ട് ചവറും ഉണ്ടാവും ഇവിടെ.
ഞങ്ങൾ ചവറ് കത്തിക്കാറില്ല കേട്ടോ. കത്തിക്കും, കഞ്ഞി വയ്ക്കുമ്പോൾ കത്തിക്കും. ഒരു പറ്റർക്ക് ഭക്ഷണമൊക്കെ പാകം ചെയ്യുമ്പോൾ മുന്നൊക്കെ 4 കുറ്റി ഗ്യാസ് വെച്ച് വരാറ് പതിവ്. പൈസയുടെ ബുദ്ധിമുട്ട് എല്ലാവർക്കും ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ട് വന്നപ്പോൾ ഞങ്ങൾ റോട്ടിലടക്കം ചവറ് അടിച്ചെടുത്തിട്ട് കത്തിക്കും. നല്ല മധുരമുണ്ട് ഈ കായക്ക്. കാപ്പിക്കുരുൻ്റെ കായ്ക്ക് അത്ര വലിയ മധുരമൊന്നുമല്ല, ഒരു ഇളം മധുരം. അതുകൊണ്ടാണ് ഈ കാക്കയും കിളികളൊക്കെ ഇത് കഴിക്കണത്. മലയെണ്ണാൻ കഴിക്കാറുണ്ട്. അപ്പം ഞാൻ എൻ്റെ വിചാരം മലയെണ്ണാനൊക്കെ കഴിക്കുള്ളൂ. പക്ഷെ ഞാൻ നോക്കിയപ്പോൾ കാക്കകളും കഴിക്കുന്നുണ്ട്. ഒരേ കായ പഴുക്കണത് കൊത്തി കൊണ്ടുവന്ന് കഴിക്കുന്നുണ്ട്. ഇതാണ് അതിൻ്റെ കായ കേട്ടോ. അപ്പം ശരി, നിങ്ങൾക്ക് പൂവ് ഇഷ്ടപ്പെട്ടോ എന്ന് വിചാരിക്കണം.